നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി അഭിനയിച്ച പുഴു സിനിമയുടെ സംവിധായികയുടെ ഭർത്താവും ചെന്നൈയിൽ വ്യവസായിയുമായ ശ്രീ ഷർഷാദാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഷർഷാദ്, ഇപ്പോൾ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഷർഷാദ് ഉന്നയിച്ച ആരോപണങ്ങളിന്മേൽ ചർച്ച കൊടുമ്പിരിക്കൊള്ളുകയാണ്. താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും വസ്തുതകളാണ് എന്ന ബോധ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? അതെ, അത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഇന്റർവ്യൂവിലടക്കം ചർച്ചകളിലടക്കം ഞാൻ പങ്കെടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണല്ലോ. പക്ഷെ അതിന്റെ ഇടയിൽ ഇത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് മമ്മൂട്ടിയുടെ മേലിലും മതപരമായ ഒരു ഇതിലേക്കും ഡൈവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത്. ഞാൻ അതിനകത്ത് മമ്മൂട്ടിയെ പറ്റിയിട്ടും മമ്മൂട്ടിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്നത് 3-4 മിനിറ്റ് ആണ്. 3 മണിക്കൂറുള്ള ഇന്റർവ്യൂവിൽ 4 മിനിറ്റ് മാത്രം പറഞ്ഞ ഒരു സംഗതി എടുത്ത് അത് എന്നെ സംഘപരിവാർ പട്ടം ചാർത്തിയും കൊണ്ട് ഞാൻ ഒരു സംഘിയാണ് അല്ലെങ്കിൽ ഒരു BJP-കാരനാണ്, BJP മെമ്പർഷിപ്പുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഡൈവേർട്ട് ചെയ്ത് വേറൊരു വിധത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് വളരെ നല്ല പ്രയാസമുണ്ട്. കാരണം അതിനടിസ്ഥാനമായിട്ട് അവർ ഉപയോഗിക്കുന്നത് ഞാൻ എപ്പോഴും പ്രൈം മിനിസ്റ്ററുടെ ഫോട്ടോ ഷെയർ ചെയ്തു എന്നുള്ളതാണ്. അത് 1-2 പ്രാവശ്യം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്റെ FB-യിലുള്ള മറ്റുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ പരിശോധിക്കണം ഈ സംഘിപ്പട്ടം ചാർത്തുന്നതിന് മുമ്പ്. അപ്പൊ അത് അങ്ങനെ ഒരു ഡൈവേർട്ട് ആയതിൽ മാത്രം എനിക്കൊരു പ്രയാസം ഉണ്ട് എന്നല്ലാതെ മറ്റ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിലൊക്കെ ഞാൻ ഇന്നും ഈ നിമിഷം വരെയും എന്നും അതിൽ തന്നെ ഉറച്ചു നിൽക്കുള്ളൂ. അത് മാത്രമല്ല, ഇത് ഞാൻ ഈ മീഡിയയിൽ വരുന്ന മുമ്പ് നിയമപരമായിട്ട് കോടതികളെ സമീപിച്ചിട്ടുണ്ട്. എന്റെ ഹൈക്കോടതിയിൽ എന്റെ റിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇന്ററിം ഓർഡർ പാസ്സാക്കിയിരിക്കുകയാണ്. അതിന്റെ ഹിയറിംഗ് ഞാൻ ജൂൺ 24-ന് വീണ്ടും വരുന്നുണ്ട്. അതിന്റെ മുമ്പ് ഞാൻ ED-യെ സമീപിച്ചു, ഇൻകം ടാക്സിനെ സമീപിച്ചു. എന്റെ പോലീസ് പരാതികൾ FIR ഇടാത്തതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ DGP-ക്ക് പരാതി അയച്ചു. ഇതൊക്കെ നടപടി നേരിടാതെ നിന്നപ്പോൾ മാത്രമേ ഞാൻ മീഡിയയിലേക്ക് വന്നിട്ടുള്ളൂ. അത് മാത്രമല്ല, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ CPM എന്ന പ്രസ്ഥാനത്തിന്റെ AKG സെന്റർ ഹെഡ്ക്വാർട്ടേഴ്സ് കയറി ഇറങ്ങിയ ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6-7 പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫലം കാണാതെ വന്നപ്പോഴാണ് ഞാൻ മീഡിയയിലേക്ക് വന്നത്. അതുമാത്രമല്ല, മറുനാടൻ മലയാളിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പല മുൻകാല മാധ്യമങ്ങളെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. മനോരമ കോഴിക്കോട് ബ്യൂറോ ആയ ആളെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. എറണാകുളത്തുള്ള ആളെ ഞാൻ അദ്ദേഹത്തിന്റെ മനോരമയുടെ ഓഫീസിൽ പോയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സാമ്പത്തിക അന്വേഷണം റിപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തെ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. മീഡിയ വണ്ണിനെ കണ്ടു. മീഡിയ വൺ തന്നെ അത് കൺഫേം ചെയ്തതാണ്. അവരെ ഔട്ട് ഓഫ് ഫോക്കസ് പ്രോഗ്രാമിൽ മെഞ്ഞാന്നത്തെ ഇതിൽ പറഞ്ഞു, ദാവൂദ് എന്ന് പറയുന്ന ആള് പറഞ്ഞു, ഷർഷാദിന്റെ പരാതി ഞങ്ങൾക്ക് 8 മാസം മുമ്പ് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ പക്ഷെ അത് പബ്ലിഷ് ചെയ്തില്ല എന്നുള്ളത്. അവരിപ്പം അത് ചർച്ചയ്ക്ക് എടുത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെയൊക്കെ ശേഷം മാത്രമാണ് ഞാൻ മറുനാടനിൽ പോയതും. മറുനാടനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഏറ്റെടുത്ത് ധൈര്യപൂർവ്വം ചെയ്യാൻ തയ്യാറായി. അദ്ദേഹം ആദ്യം പറഞ്ഞു ഫാമിലി ഇഷ്യൂസ് ആണെങ്കിൽ താല്പര്യം. ഞാൻ പറഞ്ഞു, ഇത് ഫാമിലി ഇഷ്യൂ അല്ല, ഇതൊരു ജനങ്ങൾ അറിയേണ്ട, പൊതുസമൂഹം അറിയേണ്ട വലിയൊരു ഇഷ്യൂ ആണ്. ഇതുപോലെ ഇനി ഒരാൾ ഇത് ഇങ്ങനെയുള്ള ഒരു ട്രാപ്പിൽ പെടാൻ പാടില്ല. ഷർഷാദ്, ഈ ചർച്ച വഴി തിരിച്ചു വിട്ടതിന് പിന്നിൽ രാജേഷ് കൃഷ്ണൻ തന്നെയാണോ? കാരണം അദ്ദേഹത്തിന് പാർട്ടിയിലുള്ള സ്വാധീനം. ചർച്ച വഴി തിരിച്ചു വിടുന്നത് രാജേഷ് കൃഷ്ണ PV അൻവറിന്റെ സഹായത്തോട് കൂടിയിട്ട് എന്റെ പഴയ ഏതോ പണ്ട് കാലത്ത് സംസാരിച്ചത്. അതായത് രാജേഷ് കൃഷ്ണ എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിട്ട് 2 വർഷമാവാൻ പോവുകയാണ്. കാരണം 2023 വർഷമാവാൻ പോവാണ്. 2021 സെപ്റ്റംബറിലാണ് പുള്ളി ഞാനായിട്ടുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും ബ്ലോക്ക് ചെയ്തത്. സെപ്റ്റംബറിൽ. ഈ സെപ്റ്റംബർ ആയി കഴിഞ്ഞാൽ 3 വർഷമായി. വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു, ഫോൺ ബ്ലോക്ക് ചെയ്തു, എന്റെ FB ബ്ലോക്ക് ചെയ്തു, എല്ലാ കണക്ടിവിറ്റി ബ്ലോക്ക് ചെയ്ത ആള് ഈ 3 വർഷം മുമ്പ് സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പ് എഡിറ്റ് ചെയ്തും കൊണ്ട്, അദ്ദേഹം ധൈര്യവശാലിയാണെങ്കിൽ അത് ഫുള്ള് പുറത്ത് വിടട്ടെ, കംപ്ലീറ്റ് വിടട്ടെ, എഡിറ്റ് ചെയ്തും കൊണ്ട് അത് PV അൻവറിനെ പോലത്തെ സംസ്ഥാനത്തെ ഒരു MLA-നെ യൂസ് ചെയ്തും കൊണ്ട് അത് പബ്ലിഷ് ചെയ്യാൻ, അത് ഏറ്റുപിടിക്കാൻ വേണ്ടി ഷുക്കൂർ വക്കീൽ പോലത്തെ ഓരോ ആൾക്കാരും വന്നിരിക്കുകയാണ്. അദ്ദേഹം ഒരു വക്കീലാണ്. എന്നാൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്ന മുമ്പ് പിന്നെ എറണാകുളത്താണ് കോടതിയിൽ എന്റെ കേസ് കിടക്കുന്നത്, അതൊക്കെ ഒന്ന് പരിശോധിക്കണം. അദ്ദേഹം ഒരു സിനിമ ആർട്ടിസ്റ്റ് ആണ്, ഒരു അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹത്തിന് എല്ലാ നിലയിലും അത് അന്വേഷിക്കാൻ പറ്റും. എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്ന് എനിക്കറിയില്ല. അപ്പം ഈ സിസ്റ്റത്തെ ഉപയോഗിച്ചും കൊണ്ട് ഞാൻ മമ്മൂട്ടി വിരുദ്ധനാണ്, ഇസ്ലാം വിരുദ്ധനാണ്, സംഘിയാണ്, അല്ലെങ്കിൽ ഞാൻ മലയാള സിനിമ തകർക്കുകയാണ്, മമ്മൂട്ടിയുടെ സിനിമ തകർക്കലാണ് എന്റെ ഉദ്ദേശം, ഇങ്ങനെയുള്ള രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന എന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, CPM മൗനം പാലിക്കുന്നിടത്തോളം കാലം, ഞാൻ ഇന്നലെയും CPM-ന് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെയിൽ AKG സെന്ററിന്റെ അഡ്രസ്സിലും
പല ആൾക്കാർക്കും സീതാറാം യെച്ചൂരിക്ക് അടക്കം CC വെച്ചും കൊണ്ട് ഇംഗ്ലീഷിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരെ അതിനൊരു റെസ്പോൺസ് വന്നിട്ടില്ല. MA ബേബിക്ക് കോപ്പിയുണ്ട്, സ്വരാജിന് കോപ്പിയുണ്ട്, പിന്നെ A റഹീമിന് കോപ്പിയുണ്ട്, പത്തനംതിട്ടയിലെ സനൽകുമാർ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് കോപ്പിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ ഇത് അറിയുന്ന ആൾക്കാരാണ്. ഇന്ന് ഇതുവരെ അതിനൊരു റിപ്ലൈ വന്നിട്ടില്ല. ഇത് ഇങ്ങനെ പല കമ്മ്യൂണിക്കേഷൻസ് ഞാൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് CPM-ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ട്? കാരണം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകനും ഈ രാജേഷും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താങ്കൾ പരാമർശിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് താങ്കൾക്ക് നീതി ലഭിച്ചിരുന്നു അല്ലേ? അപ്പോൾ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ സത്യസന്ധമായ അന്വേഷണം ഇതിലുണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, സത്യസന്ധമായ അന്വേഷണം കേരളത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ഞാനിവിടെ തമിഴ്നാട്ടില് 10-20 വർഷമായിട്ട് 10-24 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്. ഇവിടെ എനിക്ക് അതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല കേന്ദ്ര ഏജൻസികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇൻകം ടാക്സിനെ സമീപിച്ചത്. അവർ കംപ്ലൈന്റ് സ്വീകരിച്ചു. അവരതിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇവന്റെ അക്കൗണ്ട് ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ അവർ വിളിപ്പിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. ED സമീപിച്ചിട്ടുണ്ട്. ED എന്റെ മൊഴി എടുത്തിട്ടുണ്ട്. ED-യിൽ എന്റെ ഫെഡറൽ ബാങ്കിൽ ഞാൻ അറിയാതെ എന്റെ ബാങ്ക് അക്കൗണ്ട്, എന്റെ ബാങ്ക്, അതായത് ഞാൻ മാനേജിംഗ് ഡയറക്ടറായ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞാൻ അറിയാതെ എന്റെ ലോൺ ക്ലോസ് ചെയ്ത വിവരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ED-യിൽ ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അന്വേഷണം വഴിമാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിട്ട് റിട്ട് ഫയൽ ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ററിം ഓർഡർ വന്നിരിക്കുന്നത്. ആ ഇന്ററിം ഓർഡർ വന്ന് അത് പിന്നെ അവിടെ ജഡ്ജി പോസ്റ്റ് ആയില്ല. കുറച്ച് ഒരു 6-7 മാസം അങ്ങനെ കടന്നുപോയി. ഏപ്രിലിൽ വീണ്ടും കേസ് എടുത്തു. അപ്പൊ ഇവരെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് വന്നിട്ടില്ല. അപ്പൊ വീണ്ടും കോടതി ആവശ്യപ്പെട്ട പ്രകാരം ഇവരുടെ അടുത്തൊക്കെ ഇതിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് ചോദിച്ചും കൊണ്ട് ജൂൺ 24-ന് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രാജേഷ്, CPM നേതാക്കന്മാരുടെ ബിനാമി ആണോ? ഇപ്പോൾ ഒന്നും അല്ലാതിരുന്ന രാജേഷ് ഒരു സുപ്രഭാതത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുടെ ഉടമയായിട്ട് മാറുന്നു. മാത്രമല്ല വിദേശ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ ആതിഥേയത്വം സ്വീകരിക്കാത്ത CPM നേതാക്കന്മാരുമില്ല. പക്ഷേ MA ബേബിയെ പോലുള്ള ചിലർ, സ്വരാജിനെ പോലുള്ളവരൊക്കെ അത് തിരിച്ചറിഞ്ഞു അല്ലേ? അതെ, കാരണം MA ബേബിയെ ഞാൻ പാർട്ടി കോൺഗ്രസിന്റെ വേദിയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തെ പറ്റി കംപ്ലൈന്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ തന്ന പോലെ ഇത്രയും വലിയൊരു 10-36 പേജുള്ള ഒരു കംപ്ലൈന്റ് ആദ്യമായിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തരുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കാം. കോടിയേരി സഖാവ് ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അവനെല്ലാ ആൾക്കാർക്കും അവനെ പറ്റിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പോയിട്ടുണ്ട്. അത് അടിസ്ഥാനത്തിൽ അത് സത്യമായിരുന്നു. കോടിയേരി മരിക്കുന്നത് വരെ എനിക്ക് യാതൊരുവിധ ആക്സസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വന്നു. അപ്പം പാർട്ടി കോടിയേരെ കണ്ടു. ഞാൻ പന്തലിൽ വെച്ച് മറ്റേ UK-യുടെ സെക്രട്ടറി ഹർസേവ് ബൈൻസിനെ കണ്ട് ഇറങ്ങുന്ന സമയത്താണ് പുള്ളി എന്നെ അറ്റാക്ക് ചെയ്തത്. നീ പാർട്ടിക്ക് പരാതി കൊടുക്കും, എനിക്കില്ല, നീ ഒരു പരാതി കൊടുത്തിട്ട് ഒരു പുല്ലും സംഭവിക്കാനില്ല. കാരണം പാർട്ടിക്കിന്റെ നേതാക്കന്മാര്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാര്, നീ പരാമർശിച്ചിരിക്കുന്ന നേതാക്കന്മാർക്ക് ഒരു ചുക്കും എന്നെ ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ പല സാധനങ്ങളും എന്റെ കയ്യിലുണ്ട്. അത് അവരാണ് പറയേണ്ടത് എന്താണ് അവരുടെ കയ്യിലുണ്ടതെന്ന്. അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനോ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയോ ഒരു ഇതും ഇല്ലാതെ ഞാൻ വളരെ മാന്യമായി ബിസിനസ് ചെയ്തു പോകുന്ന എന്റെ ഒരു പരാതി, 2 പരാതികൾ P ശശി ഇടപെട്ടും കൊണ്ട്, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടും കൊണ്ട് FIR ഇടാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതൊക്കെ എന്തിനാണ്? ഞാൻ ഒരു രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ CPM, ഞാൻ അന്നും ഇന്നും CPM-ന്റെ അനുഭവിയാണ്. അന്ന് പാർട്ടി മെമ്പറായി പ്രവർത്തിച്ച് പല ഇതിൽ വർഗ ബഹുവചന സംഘടനകളിൽ പ്രവർത്തിച്ച ആളാണ്. പിന്നെ അതൊക്കെ ഞങ്ങൾ വിട്ടു. ഒരു ജോലി കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം നോക്കി പോകുമ്പോൾ അതൊക്കെ വിട്ടു. പക്ഷെ ഇന്നും ആ കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നതാണ് എന്റെ നാട്ടിലുള്ള നമ്മുടെ ലോക്കൽ ഏരിയ കമ്മിറ്റി മെമ്പർ ഉണ്ട്, സഖാവ് സുരേഷ് മാഷ്. അദ്ദേഹം തലശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർഡ് ആയ ആളാണ്. എന്നെ പഠിപ്പിച്ച അധ്യാപകനാണ് സുരേഷ് ബാബു മാഷ്. സുരേഷ് ബാബു മാഷ് ഇന്നലെ, അതെയോ, വളരെ നല്ലത്. ഇന്നലെ അദ്ദേഹം എന്നെ രാത്രി വിളിച്ചും കൊണ്ട് പല ഇന്റർവ്യൂ കണ്ട് ഡെയിലി വിളിക്കുന്നത്. ഇന്നലെ രാത്രി എന്റെ അടുത്ത് ഏകദേശം ഒരു 20 മിനിറ്റ് സംസാരിച്ചു. ഇന്നലത്തെ മറുനാടിന്റെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ കണ്ടിട്ട്. അത്രയും ബന്ധങ്ങളാണ് അവിടെയുള്ള ആൾക്കാരുമായിട്ട്. അത് ഇവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പാർട്ടി അവനെ തള്ളിപ്പറയാതെ, അല്ല അവനിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടാതെ അവനെ പ്രൊട്ടക്ട് ചെയ്തും കൊണ്ട്, സൈബർ സഖാക്കളെ വെച്ചും കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായ ആൾക്കാരെ വെച്ചും കൊണ്ട് ഇവര് ഇത് ഡൈവേർട്ട് ചെയ്തിട്ട് മമ്മൂട്ടിന്റെ മേലിൽ ഞാൻ പറഞ്ഞതായിട്ട് ഒരു മതപരമായ രീതിയിലേക്ക് കൊണ്ടുവന്ന് എന്റെ ഫേസ്ബുക്ക് പേജുകളിൽ കയറി എന്നെ പേഴ്സണലായിട്ട് ഞാൻ ഒരു കമന്റ് ബോക്സോ ഒന്നും ഞാൻ ഓഫ് ചെയ്തിട്ടില്ല.
എന്റെ കമന്റ്സും കാര്യങ്ങളും എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ വളരെ പബ്ലിക്കാണ് എന്റെ പ്രൊഫൈലിൽ. എത്രമാത്രം എന്നെ സൈബർ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, എന്റെ നമ്പർ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഫാൻസ് അസോസിയേഷനിലെ ആൾക്കാരും സൈബർ സഖാക്കളും ചേർന്നിട്ട് സർക്കുലേറ്റ് ചെയ്തിട്ട് ഫോണിൽ വിളിച്ച് പച്ച തെറിയാണ് പറയുന്നത്. ഞാൻ ഇന്നലെയൊക്കെ ഫോണ് ഓഫ് ചെയ്യേണ്ടത് വന്നു. ഫോൺ ഓഫ് ചെയ്യേണ്ടത് വന്നു. ഓഫ് ചെയ്തിടേണ്ട വന്നു, വേറെ ഒരു മാർഗവും ഇല്ലാതെ. അല്ല, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ താങ്കളുടെ അഭിമുഖം വന്നതിന് ശേഷം രാജേഷ് വിളിച്ചിരുന്നോ, അല്ലെങ്കിൽ രാജേഷിന് വേണ്ടി രാജേഷിന്റെ വക്കാലത്തെടുത്ത് ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, രാജേഷിന്റെ വക്കാലത്തിന് ഒരാളും എന്നെ ബന്ധപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിന് പകരം അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി PV അൻവറും ഈ സി ഷുക്കൂറിനെ പോലത്തെ ആൾക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതെന്താണെന്നുള്ള അവർ തമ്മിലുള്ള ബന്ധം അവരാണ് പറയേണ്ടത്. മനസ്സിലായില്ലേ? അവരെന്തിനാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സത്യം? സി ഷുക്കൂറിന് ഇപ്പൊ കാര്യങ്ങൾ അറിയണമെങ്കിൽ, PV അൻവറിന് കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ പോസ്റ്റ് ഇടുന്ന മുമ്പ് എന്നെ വിളിക്കായിരുന്നു. അവയ്ക്ക് എന്റെ ഭാഗം കൂടെ കേൾക്കായിരുന്നു. ഞാൻ കൊടുത്തിരിക്കുന്ന ഡൊമസ്റ്റിക് വയലൻസിന് വന്നിരിക്കുന്ന പെറ്റീഷന് ഞാൻ കൊടുത്ത കൗണ്ടർ പെറ്റീഷൻ ഉണ്ട്. ആ കൗണ്ടർ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം പിന്നെ റത്തീനയുടെ സകല ബാങ്ക് അക്കൗണ്ടിലെ സ്റ്റേറ്റ്മെന്റുകളും കോടതി വിളിപ്പിച്ചിരിക്കുകയാണ്. അതെല്ലാം കോടതിയുടെ ഡയറക്ഷൻ വാങ്ങിച്ചിട്ട് എല്ലാ സ്റ്റേറ്റ്മെന്റും കോടതിയിൽ എത്തിയിരിക്കുകയാണ്. എത്ര പണം, എത്ര ട്രാൻസാക്ഷൻ അതിൽ നടന്നിരിക്കുന്നതെന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജഡ്ജിമെന്റ് വരാത്ത ഒരു കേസ്, അല്ലെങ്കിൽ ഒരു ഫൈനൽ ജഡ്ജിമെന്റിലേക്ക് എത്താത്ത ഒരു കേസ്, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഓർഡർ വെച്ചും കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് നിന്റെ സ്വഭാവം നീയാണ്, ഇത് നീ ഇതാണ്, നീ ആരാണ്, നീ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് എനിക്ക് അവരോട് ഒന്നും മറുപടി പറയാനില്ല. അവര് മറുപടി അർഹിക്കുന്ന ആൾക്കാരല്ല അവര്. അത് അറിയണമെങ്കിൽ ആ കേസിനെ പറ്റി, കേസ് എന്ന് പറയുന്നത് കോടതി പബ്ലിക്കാണ്. കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് വാങ്ങിക്കാൻ പറ്റും, ഏത് രീതിയിലുള്ള ഡോക്യുമെന്റ്സ് എടുക്കാൻ പറ്റും. അതൊക്കെ എടുത്ത് പഠിച്ചതിന് ശേഷം മാത്രമാണ് അവർ ഇത്രയുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. അല്ല, രാജേഷിന് ഇപ്പോഴും ബിസിനസ് ഉണ്ടോ? അല്ല, രാജേഷിന്റെ സെക്യൂരിറ്റി ബിസിനസ് ഒക്കെ ഇപ്പോഴും അതും നിങ്ങൾ നോക്കണം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ക്യാൻസൽ ചെയ്യാൻ ആവശ്യപ്പെട്ട് തമിഴ്നാടും കർണാടകയും ചെയ്ത നടപടിയെടുത്ത ഒരു സ്ഥാപനം ഇന്നും കേരളത്തിൽ കഴിഞ്ഞ 2 വർഷത്തിന്റെ മേലെയായിട്ട്, 2 വർഷത്തിന്റെ മുകളിൽ 2022 MHAയുടെ ഓർഡർ വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് ഇപ്പോഴും നടന്നു പോവാണ്. ഇത്ര ഈ പസാര ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് ഓരോ സ്റ്റേറ്റിലും അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലാണ് വരിക. തമിഴ്നാട്ടിലത് DGP ഓഫീസിന്റെ അണ്ടറിലാണ് പസാര ഡിപ്പാർട്ട്മെന്റ്. ഈ പസാര ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ വരുന്നത് ഒരു ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ്. അവിടെ ഒരു ജോയിന്റ് സെക്രട്ടറിയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് പോലും കംപ്ലൈന്റ് കൊടുത്തിട്ട് അവർ ആ കമ്പനിയുടെ പേരിൽ ഒരു നടപടി എടുക്കുന്നതിന് പകരം കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു മന്ത്രി ഈ അലിഗേഷനുള്ള ഓഫീസ് വിസിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് മറുനാടിൽ വാർത്തയായി വന്നിരുന്നു. അത് ഷെർഷാദെ, തന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നൊരു ആത്മവിശ്വാസം ഇപ്പോഴും രാജേഷിന് ഉണ്ടാവാനുള്ള കാരണം എന്താ? ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മകനുമായിട്ട് ഇപ്പോഴും ആ ബന്ധം തുടരുന്നുണ്ടോ? അതുകൊണ്ടാണോ പാർട്ടി പരിരക്ഷ ഈ അൻവറിനെ പോലുള്ളവരിലൂടെ തനിക്ക് ലഭിക്കും എന്ന ശുഭാപ്തി വിശ്വാസം രാജേഷിനുള്ളത്? അതുകൊണ്ടാണോ? തീർച്ചയായും അതുകൊണ്ടല്ലേ ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷമായിട്ട് പാർട്ടിക്ക് ഇതിനെതിരെ ഒരു നടപടിയോ, കോടിയേരി അൺഒഫീഷ്യലായിട്ട് കാര്യങ്ങൾ മാറ്റി നിർത്തി അവനെ ഒതുക്കിയെങ്കിലും വീണ്ടും മാഷ് വന്നപ്പം മാഷിന്റെ അണ്ടറിൽ, അതായത് മാഷിന്റെ മകന്റെ പോരായ്മകൾ വെച്ചും കൊണ്ട് ഇവൻ വീണ്ടും പൂർവികാതി ശക്തിയോടെ വന്നതിന്റെ തെളിവാണ് മാഷ് ഇതിന്റെ വീട്ടിൽ പോയിട്ട് ഒരു പുസ്തക പ്രകാശനം നടത്തി. ആ പുസ്തക പ്രകാശനം നടത്തിയത് ആ സ്ത്രീ അവരിപ്പോ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. പക്ഷെ എന്റെ അടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ആ പുസ്തകം പ്രകാശനം നടത്തിയത് രാജേഷ് കൃഷ്ണയുടെ വീട്ടിലാണെന്ന് വെച്ചിട്ടാണ് നടത്തിയെന്നുള്ളത് അവരെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം മാഷ് UK പോകുന്ന മുമ്പ് അപ്പോളോ ഹോസ്പിറ്റലിൽ കോടിയേരി അഡ്മിറ്റ് ആയ സമയത്ത് വന്ന സമയത്ത് ഞാൻ എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന സംഗതികൾ വളരെ ചുരുക്കം 6-7 മിനിറ്റ് എടുത്തിട്ട് പുള്ളിയുടെ മുമ്പിൽ പോയി പറഞ്ഞ ആളാണ് ഞാൻ. പുള്ളി ഞാൻ പരിശോധിക്കാൻ, ഞാൻ നോക്കാം, നിങ്ങളുടെ പരാതി അവിടെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു, ഞാൻ നോക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം UK പോയിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അതിനകത്ത് തീർച്ചയായിട്ടും എന്താണെന്നുള്ളത് അവരാ പറയേണ്ടത്, ഞാനല്ല. ഇപ്പോ രാജേഷാണ് പറയുന്നത്. P ശശി ആയാലും തോമസ് ഐസക് ആയാലും അല്ലെങ്കിൽ MV ഗോവിന്ദന്റെ മകനായാലും PK ബിജു ആയാലും ഇവരൊക്കെ എനിക്കെതിരെ കമാന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റില്ല എന്നുള്ളത് രാജേഷ് പറയാണ്. അപ്പൊ അത് പ്രൂവ് ചെയ്യേണ്ടത് അവരാണ്, ഞാനല്ല. എന്താണ് അപ്പൊ അവർ ഇത്രയും 2 വർഷമായിട്ട് ഞാൻ പാർട്ടിയുടെ ഇത്ര ഫോറങ്ങളിൽ പോയിട്ട് പറഞ്ഞിട്ടും എന്തുകൊണ്ട് പാർട്ടി ഇവനെ തള്ളി പറയുന്നില്ല, അല്ലെ ഈ വ്യക്തികൾ എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല? അതിനുശേഷം വീണ്ടും തോമസ് ഐസക്കിന്റെ കൂടെയും P ശശിന്റെ ഒക്കെ കൂടെ ഇദ്ദേഹം ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുത്തത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഈ തൊട്ടടുത്ത ഇലക്ഷൻ സമയത്ത്
സീതാറാം യെച്ചൂരിയും എ പ്രദീപ് കുമാറുമായിട്ടുള്ള ഫോട്ടോ വന്നിട്ടുണ്ട്. യെച്ചൂരിക്ക് കോപ്പി പോയതാണ്. അല്ല, ഈ നേതാക്കന്മാരെയൊക്കെ ട്രാപ്പിലാക്കി കാണുമോ? അതിൻ്റെ ഒരു പക്ഷേ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകളാണോ രാജേഷിന്റെ പക്കലുള്ളത്? അവ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്, എന്നെ അവന്റെ അടുത്ത് നിർത്തിക്കോളാൻ പറയൂ, ഈ നേതാക്കന്മാരൊന്നും ഒരു ചുക്കും എനിക്ക് എതിരെ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ശ്രീരാമകൃഷ്ണനും പി ശശിയൊന്നും ഒരു സംഗതിയും ചെയ്യാൻ പറ്റില്ല, അതിന് തക്കതായ സംഗതികളൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്താണ് സംഗതി എന്താണെന്നുള്ള അവര് ഉണ്ടെങ്കിൽ അവര് നിഷേധിക്കണം, അല്ലെങ്കിൽ അവര് തള്ളി പറയണം, അല്ലെങ്കിൽ എന്ത് സംഗതിയാണെന്നുള്ള അവർക്ക് കൊടുക്കാമല്ലോ. ഇപ്പം കംപ്ലൈന്റ് കൊടുക്കാം, കേസ് കൊടുക്കാം, അപ്പം അന്വേഷണം നടക്കട്ടെ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പിന്നെ വളരെ വ്യക്തമായ ഒരു സംഗതി ഞാൻ പറയാം. 2016 വരെ ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റി UK ആൾക്കാരെന്നെ, ഈ പാർട്ടിയിൽ ബന്ധപ്പെട്ട ആൾക്കാരെന്നെ പറഞ്ഞ് 2016 വരെ ബെഡ് സ്പേസ് ഷെയർ ചെയ്തും കൊണ്ട് താമസിച്ച ഒരാൾ, പുള്ളിയുടെ ഭാര്യയ്ക്ക് അവിടെ പറയത്തക്ക ഒരു വലിയൊരു ജോലിയൊന്നും അല്ലെങ്കിലും ഒരു അത്യാവശ്യം ഒരു സാലറി വരുന്ന ഒരു ജോലിയാണ് അവിടെ ഉള്ളത്. ബെഡ് സ്പേസ് ഷെയർ ചെയ്ത് താമസിച്ച ആള് 16-ന്റെ ശേഷം കേരള സഭയിൽ കയറി വന്നതിന്റെ ശേഷം പിന്നെ അങ്ങോട്ട് ഇവരുടെ ജീവിതശൈലി തന്നെ മാറുകയാണ്. അവിടെ വലിയൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു. അപ്പം അവിടെ ഉള്ള ആൾക്കാരുടെ സഖാക്കൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇത്ര വർഷമായിട്ട് 25 വർഷത്തിന്റെ മേലെയായിട്ട് ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇപ്പം വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അവിടെ ഒരു പ്രോപ്പർട്ടി ഉടനെ വാങ്ങുന്നു. ഐവി കൊമ്പ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങുന്നു. പിന്നെ അവിടെ ഒരു മൾട്ടിപ്പിൾ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നു. ഈ കമ്പനിയിലൊക്കെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നു. ആ കമ്പനിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതൊക്കെ എവിടുന്ന് വന്നു? പുള്ളി അവിടെ ഒരു ജോലി ചെയ്യുന്നില്ല. പ്രൊഫൈലിൽ എന്തൊക്കെയോ BBC റിപ്പോർട്ടർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ BBC പുള്ളി വർക്ക് ചെയ്തതായിട്ട് BBC ആയിട്ട് ബന്ധപ്പെട്ട ഒരാൾക്കും അന്വേഷിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്ത് അവിടെ BBC ലണ്ടനിൽ അറബിക് ട്രാൻസ്ലേറ്റർ ആണ്. പുള്ളിനെ കൊണ്ട് ഞാൻ എൻ്റെ സുഹൃത്ത് മുഖേന റെക്കോർഡുകൾ ചെക്ക് ചെയ്തപ്പം ഇങ്ങനെ ഒരാൾ അവിടെ വർക്ക് ചെയ്തതായിട്ട് BBCന്റെ ഭാഗത്ത് റെക്കോർഡില്ല. പക്ഷെ പ്രൊഫൈലിൽ BBC റിപ്പോർട്ടർ ആണെന്നൊക്കെയാണ് കാണുന്നത്. അല്ല, ഗോവിന്ദ മാഷിയുടെ മകനുമായിട്ടുള്ള കൂട്ടുകച്ചവടം എന്താണ്? മേ ബി അവന്റെ സിനിമ പ്രൊഡക്ഷനാണ് അദ്ദേഹം. നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് സാറിന്റെ ചീഫ് അസോസിയേറ്റ് ആണ്. അപ്പൊ പുള്ളി എന്തോ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു മൂവി ചെയ്യാൻ പോയി. അത് കോവിഡിന്റെ സമയത്ത് കുറച്ച് കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പടം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിന്നുപോയി എന്നൊക്കെയാണ് കഥ പറയുന്നത്. അപ്പൊ അതിനൊക്കെയാണ് ഇവൻ ഫിനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കുന്നതാണെന്ന് മനസ്സിലായത്. പിന്നെ പല സെറ്റിൽമെന്റുകളും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് പലതും കേസുകൾ വരുന്നുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞ ഒരു വ്യവസായിയായിട്ടുള്ള ഒരു സെറ്റിൽമെന്റ്. അദ്ദേഹം പാവം ബുദ്ധിമുട്ടിലായപ്പോഴാണ് എന്നെ വിളിച്ച് അതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. അത് പിന്നെ വലിയ ഇഷ്യൂ ആകുമെന്ന് കണ്ടപ്പം അവര് അത് കൊടുക്കാൻ പറ്റുന്ന എമൗണ്ട് ഒക്കെ കൊടുത്ത് അവര് സെറ്റിൽ ചെയ്ത് തലകൂരി അതിനകത്ത്. അപ്പം ഇങ്ങനെ പലതും എത്ര അറിയാത്ത കാര്യങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. രാജേഷിനെ പോലുള്ള ദല്ലാളുമാരുമായിട്ട് സമരസപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ സന്ധി ചെയ്തു പോകുന്ന ആ ഒരു രാഷ്ട്രീയത്തെ പറ്റി എന്താണ് ഷർഷാദിന് പറയാനുള്ളത്? ഇപ്പൊ താങ്കൾ CPM സഹയാത്രികനാണ്, ഇടതുപക്ഷ സഹയാത്രികനാണ്. അതിൽ ദുഃഖം തോന്നുന്നുണ്ടോ? പാർട്ടിയുടെ അപജയത്തിൽ വിഷമം തോന്നുന്നുണ്ടോ? അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് CPM പോലത്തെ ഒരു പാർട്ടി, ഞാൻ പഠിക്കുന്ന കാലം മുതലേ വിശ്വസിച്ച് പ്രവർത്തിച്ചു വന്ന ഒരു പ്രസ്ഥാനത്തിനെതിരെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ തന്നെ പ്രയാസമുണ്ട്. ഞാൻ ഇന്നും ആ ആശയത്തിലും അതിലും വിശ്വസിക്കുന്ന ആളാണ്. ഇവിടെ വരെ നമ്മുടെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അന്ന് കോടിയേരി അഡ്മിറ്റ് ആയ സമയത്ത് പാർട്ടിയുടെ ആൾക്കാരായിട്ട് ഇവിടെ ആയിട്ട് ഞാൻ കണക്ട് ആയിട്ട് ഇപ്പൊ പല കാര്യങ്ങളും ഇവിടെ അവരായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെയ്യുന്ന ഒരാളുടെ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒരാൾ കാരണം, അതും പാർട്ടി സെക്രട്ടറി മകൻ പരിചയപ്പെടുത്തിയ ആൾ കാരണം ഉണ്ടായിരിക്കുന്ന സംഭവം, പാർട്ടിന്റെ ഇത്ര ഡോറുകളിൽ പോയി മുട്ടിയിട്ടും ഒരു സംഗതി ഇത്രയും 3 വർഷത്തിന്റെ ഇടയിൽ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഇങ്ങനെ ആയിരുന്നില്ല കുറച്ചു കാലം മുമ്പ് വരെ. ഇപ്പൊ പ്രസ്ഥാനം ആകെ വഴിമാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയാലോ. പല സംഭവങ്ങളില്ലേ, പല സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുന്നു. ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ മെയിൻ സബ്ജക്ട് 3 മണിക്കൂറിന്റെ അകത്ത് 90% സംസാരിച്ചിരിക്കുന്ന സബ്ജക്റ്റുകൾ മാറ്റിവെച്ചും കൊണ്ട് 10% വീഡിയോ എടുത്തും കൊണ്ട് ഞാൻ മമ്മൂട്ടിക്കെതിരെ തിരിച്ചും കൊണ്ട് മമ്മൂട്ടിന്റെ ഫാൻസിനെ വെച്ച് അല്ലെങ്കിൽ സൈബർ സഖാക്കളെ വെച്ച് എന്നെ ആക്രമിക്കുക. ഞാൻ ഇവർക്ക് എന്റെ പ്രൊഫൈലിന്റെ അകത്ത് ഞാൻ സംഘപരിവാറായിട്ടുള്ള ആളാണെന്നുള്ള എന്തെങ്കിലും ഒരു സംഘപരിവാറിന്റെ ഒരു ആശയം ഞാൻ ഷെയർ ചെയ്തത് ഇവർക്ക് ഞാൻ വെല്ലുവിളിക്കുകയാണ്. അവർ കണ്ടുപിടിക്കട്ടെ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ ഒരാൾ സംഘപരിവാറാവുന്നത്? 2-3 ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന്
2014 അദ്ദേഹം ചാർജ് എടുത്തപ്പോൾ ഒരു വിഷയം, ഓക്കെ, ഒരു ആദ്യമായിട്ട് ഒരു ചേഞ്ച് വരുന്നു, അത് ന്യൂ ലീഡർ ന്യൂ എറ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഞാൻ ചെയ്യുന്നതല്ല, എന്റെ കമ്പനികൾ ഫേസ്ബുക്ക് പേജുകളിൽ ഇടുന്ന ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യും. പിന്നെ ഈ അടുത്തൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഗുരുവായൂരിൽ വന്ന സമയത്ത് ഒരു ഫോട്ടോ എനിക്ക് കിട്ടി. അതൊരു ഭംഗിയുള്ള ഫോട്ടോ ആയതുകൊണ്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം SPG അടക്കം അവര് യൂണിഫോം ഇല്ലാതെ നിൽക്കുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാം എൻ്റെ അകത്ത്. അത് ഗുരുവായൂർ നടയിൽ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി, എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് അത് വെച്ചും കൊണ്ട് സംഘപരിവാർ പട്ടഞ്ച ഇന്നും കാലത്ത് ആൾക്കാർ മെസ്സേജ് ചെയ്ത് കമന്റ് ഇട്ടിട്ടുണ്ട് ആ ഫോട്ടോന്റെ അടിയിൽ പോയിട്ട്. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലായി എന്നുള്ളത്. ഈ ഇടുന്നവർക്ക് ആദ്യം പ്രൊഫൈൽ കംപ്ലീറ്റ് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് ഉള്ളത് അതിൽ സകല CPM നേതാക്കന്മാരായിട്ടുണ്ട്. ഈ അടുത്ത് ശശി തരൂരായിട്ടുള്ള ഒരു സെൽഫി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഞാൻ കോൺഗ്രസ് ആണ് എന്നാണ്. ഒരു കാര്യം കൂടി, ഷിയാബ് തങ്ങൾ ചെന്നൈയിൽ വന്ന സമയത്ത് ഒരു ഫംഗ്ഷന്റെ സമയത്ത് ഞാൻ തങ്ങളെ പോയി കണ്ട ഒരു ഫോട്ടോ അതിനകത്തുണ്ട്. അതിനർത്ഥം ഞാൻ മുസ്ലിം ലീഗ് എന്നാണോ? അതെ. അല്ല, ഈ നീതിക്കായുള്ള പോരാട്ടത്തിൽ അന്തിമ വിജയം താങ്കൾക്ക് തന്നെയാവും എന്ന ഉറച്ച വിശ്വാസമുണ്ടോ, പ്രത്യാശയുണ്ടോ, പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ വളരെ വ്യക്തമായ തെളിവുകളുണ്ട്. വളരെ വ്യക്തമായ തെളിവുകളും പിന്നെ വാട്സപ്പിൽ നടത്തിയ ചാറ്റ് ഹിസ്റ്ററികളും പിന്നെ മമ്മൂട്ടിയായിട്ട് നടന്ന കമ്മ്യൂണിക്കേഷൻസ് ആയാലും. മമ്മൂട്ടിനെ പറ്റി ഞാൻ പറഞ്ഞത് എന്താ, എന്നെ പുള്ളി സഹായിച്ചില്ല. അവസാന ഘട്ടത്തിൽ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയി. പ്രൊഡ്യൂസർ ഇവനാണെന്ന് പറഞ്ഞിട്ട് പോലും പുള്ളി അംഗീകരിക്കാൻ തയ്യാറില്ല. അവനല്ല ജോർജ് എന്ന് പറഞ്ഞു. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചപ്പോൾ ഞാൻ അന്വേഷിക്കാന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞു. പക്ഷെ അവൻ ആ അന്വേഷിക്കൽ ഇന്നും അവിടെ നിൽക്കുകയാണ്. ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ തെളിവുകൾ ഉള്ളത് കൊണ്ട് ഈ രാജേഷ് ആയിട്ടും പ്രശ്നം തുടങ്ങുന്നതായിട്ട് ഈവൻ ഇൻഫാക്ട് എന്റെ ഭാര്യയായിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങുന്ന സമയം മുതലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം എന്റെ കയ്യിലുണ്ട്. എനിക്ക് നിയമപരമായി ഇപ്പൊ കേരളത്തിൽ നീതി കിട്ടിയില്ലെങ്കിലും എനിക്ക് അതിൻ്റെതായ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അത് അവിടെ പോയിട്ട് ഞാൻ തീർച്ചയായിട്ടും അത് നീതി നേടുകയും ചെയ്യും. ഇദ്ദേഹത്തിനെ പോലത്തെ ആൾക്കാരെ സമൂഹത്തിൽ തുറന്നു കാണിക്കപ്പെടേണ്ടത് നമ്മളൊക്കെ ആവശ്യമാണ്. കാരണം ഇനിയൊരു കുടുംബം ഇതേപോലെ ഇതിന്റെ ട്രാപ്പിൽ പെടാൻ പാടില്ല. പിന്നെ ഇപ്പം പിന്നെയും ഞാൻ എടുത്തു പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദയവ് ചെയ്ത് ഇവ പറഞ്ഞിരിക്കുന്ന CPM നേതാക്കന്മാർ അവരെ മൗനം വെടിയണം. അവർ തുറന്ന് പറയണം എന്താണ് എന്നുള്ളത്. അത് പറയാത്തിടത്തോളം കാലം നമ്മുടെ സംശയങ്ങൾ കൂടി വരികയാണുള്ളത്. വളരെയധികം നന്ദി ഷർഷാദ്, ഇത്രയും സമയം ഞങ്ങളോട് സംസാരിച്ചത്.